ഫ്രാൻസുമായി ചരിത്രത്തിലെ ഏറ്റവും ചെലവേറിയ പ്രതിരോധ കരാർ ഒപ്പിടാൻ ഒരുങ്ങി ഇന്ത്യ. വ്യോമസേനയ്ക്കായി 114 റഫാൽ യുദ്ധവിമാനങ്ങളും നാവികസേനയ്ക്കായി 6 P-8A പെട്രോൾ വിമാനങ്ങളും വാങ്ങും. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഡിഫൻസ് അക്വിസിഷൻ കൌൺസിൽ ഇത് സംബന്ധിച്ച അനുമതി നൽകി. ആകെ 3.25 ലക്ഷം കോടി ചെലവ് വരുന്ന കരാറാണിത്. വിവരങ്ങളുമായി അജയ് സുധ ബിജു ചേരുന്നു. അജയ്, ഫ്രാൻസുമായി വളരെ നിർണായകമായ ഒരു പ്രതിരോധ കരാറിലേക്ക് ഇന്ത്യ നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് ഇപ്പോൾ ഡിഫൻസ് അക്വിസിഷൻ കൌൺസിൽ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ? ശ്രീജ, ഫ്രാൻസുമായി ഇതിനു മുൻപേ നമ്മൾ റഫാൽ കരാറിൽ ഒപ്പിട്ടിരുന്നു. റഫാൽ വിമാനങ്ങൾ ഇന്ത്യ ഇതിനു മുൻപേയും വാങ്ങിയിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വളരെയധികം ചെലവ് കൂടിയ ഒരു കരാറിലാണ് നിലവിൽ നമ്മൾ ഒപ്പുവയ്ക്കാൻ പോകുന്നത്. ഇതിനു മുൻപേ 2016 ആദ്യഘട്ടത്തിൽ റഫാൽ വിമാനങ്ങൾ 36 റഫാൽ വിമാനങ്ങൾ വാങ്ങിച്ചപ്പോൾ അന്ന് 58,000 കോടിയുടെ കരാറിലായിരുന്നു ഒപ്പിട്ടത്. പിന്നീട് നാവികസേനയ്ക്ക് വേണ്ടി 26 വിമാനങ്ങൾ കൂടി 2025 വാങ്ങിച്ചിരുന്നു. അന്ന് 63,000 കോടിയുടെ കരാറായിരുന്നു ഇന്ത്യ ഒപ്പിട്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മൾ ഒപ്പിടാൻ പോകുന്നത് 3.25 ലക്ഷം കോടിയുടെ ഇത്ര വലിയൊരു തുകയുടെ കരാറാണ്. ഇന്ത്യയുടെ ടോട്ടലായിട്ടുള്ള പ്രതിരോധത്തിനായി നീക്കി വെച്ചിട്ടുള്ള ബജറ്റിന്റെ അളവ് നോക്കുകയാണെങ്കിൽ അത് മൊത്തത്തിൽ 7.85 ലക്ഷം കോടിയാണ്. അപ്പോൾ ഇതിന്റെ ഏതാണ്ട് പകുതിയോളം വരുന്ന തുകയാണ് ഇന്ത്യ നിലവിൽ ഈ റഫാൽ കരാറിന് വേണ്ടി മാറ്റിവെക്കാൻ പോകുന്നത്. റഫാൽ വിമാനങ്ങൾ മാത്രമല്ല, 6 P-8I പെട്രോൾ വിമാനങ്ങൾ കൂടി ഇന്ത്യ വാങ്ങുന്നുണ്ട് എന്നാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. 114 വിമാനങ്ങളാണ് ഇന്ത്യ വാങ്ങുന്നത്. ഇതിൽ 18 പൂർണ്ണ സജ്ജമായിട്ടുള്ള വിമാനങ്ങൾ അത് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യും. മറ്റ് ബാക്കിയുള്ള 96 വിമാനങ്ങൾ അത് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനാണ് പദ്ധതിയിടുന്നത്. പൂർണ്ണമായിട്ട് അതിൻ്റെ പാർട്സ് ഇന്ത്യയിലേക്ക് എത്തിച്ചതിന് ശേഷം പിന്നീട് ഇന്ത്യയിൽ അത് നിർമ്മിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ വാങ്ങുന്ന വിമാനങ്ങളിൽ 88 സിംഗിൾ സീറ്റ് വിമാനങ്ങളും അതുപോലെ തന്നെ 26 ട്വിൻ സീറ്റ് റഫാൽ വിമാനങ്ങളുമാണ്. ഇതിൽ ഇപ്പോൾ നിലവിൽ നമ്മുടെ നാവികസേനാ വിഭാഗം അതിൽ പ്രധാനമായിട്ടും ഈ ഫൈറ്റർ സ്ക്വാഡ്രൻസിൻ്റെ അളവുകളിൽ ചെറിയൊരു കുറവ് നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് അതിർത്തിയിൽ ഉൾപ്പെടെ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഭീഷണി നിലനിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഫൈറ്റർ സ്ക്വാഡ്രനുകളുടെ ഭാഗത്തു നിന്നും ചെറിയൊരു കുറവുണ്ടാകുന്നത്. മൊത്തം 42 അംഗീകൃതമായിട്ടുള്ള ഫൈറ്റർ വിമാനങ്ങൾ വേണമെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കണക്കുള്ളത്. എന്നാൽ നിലവിൽ അത് നമുക്കുള്ളത് ഇപ്പോൾ 29 ഫൈറ്റർ സ്ക്വാഡ്രനുകളാണ് ഇന്ത്യയുടെ പക്കലുള്ളത്. ഇപ്പോൾ ഈ റഫാൽ കരാർ ഒപ്പിടുന്നത് വഴി ഇന്ത്യയിലേക്ക് നിലവിൽ ഈ പുതിയ റഫാൽ വിമാനങ്ങൾ വരുന്നതോടുകൂടി കരസേനയുടെ കയ്യിൽ ഇന്ത്യക്കുള്ള മൊത്തം വിമാനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് അത് 150 ഉയരും. നാവികസേനയുടെ കയ്യിൽ ഇപ്പോൾ നിലവിലുള്ളത് 26 വിമാനങ്ങളാണ്. അപ്പോൾ ഇത്രയും വിമാനങ്ങൾ അത് ഇന്ത്യയുടെ പക്കൽ ഉണ്ടാവുക എന്ന് പറയുന്നത് പ്രതിരോധ മേഖലയെ അത് കൂടുതൽ ഊർജ്ജപ്പെടുത്തുന്ന ഒരു വലിയ നടപടിയാണ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഈ അടുത്ത ആഴ്ച ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യയിലേക്ക് എത്തുന്ന ആ ഒരു സമയത്തിന് മുന്നോടിയായിട്ടാണ് നിലവിൽ ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയം ഈ കരാറിൽ ഒപ്പിടുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കിയത്. അദ്ദേഹം അടുത്ത ആഴ്ച ഇന്ത്യയിൽ നടക്കുന്ന AI സബ്മിറ്റിൽ പങ്കെടുക്കാനാണ് വരുന്നത്. ഫെബ്രുവരി 17 മുതൽ 19 വരെ തീയതികളിലാണ് ഇത് നടക്കുക. അപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ ഈ കരാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടുത്ത ഘട്ട നടപടികളിലേക്ക് കടക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ശരി, അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.